ഒരു 1.2 പോളോ ബ്ലാക്ക് സ്മോക്ക് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈജർ അയച്ചിട്ടുണ്ടാ. അപ്പൊ ഈജറിന്റെ ഒരു കമ്പനി കാണിച്ചില്ല, ശ്രദ്ധിച്ച് നോക്കിക്കോട്ടാ. കണ്ടോ, എന്റെ കയ്യിലെ സ്റ്റിക്കിന്റെ അളവ് നോക്കിക്കോണേ, വ്യത്യാസം നോക്കിക്കോണേ. കണ്ടോ, പോയതാ? കണ്ടോ, കണ്ടോ, ഇത് ഫുള്ള് പോയി, ഇത് ഇത്രേ പോയുള്ളൂ, ഇത് ഒട്ടും പോകുന്നില്ല, ഇത് ഇത്രേ പോകുന്നുള്ളൂ, ഇത് ഒട്ടും പോകുന്നില്ല. കണ്ടോ, അനങ്ങുന്നില്ല, ബ്ലോക്കാണ്. ഇത് നോക്കിക്കോണേ, കണ്ടോ, ഫുള്ളും പോയി. അതിന്റെ അർത്ഥം ഇത് കംപ്ലീറ്റ് ഇതിനകത്തെ ഈ തേനീച്ച കൊടുക്കുന്ന ഈ പൈപ്പുകളെല്ലാം ബ്ലോക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എക്സോസ്റ്റ് ഗ്യാസ് കൂളാവില്ല. സ്റ്റോറേജ് ഇതിനകത്താണ് എക്സോസ്റ്റ് ഗ്യാസ് സ്റ്റോർ ആവണത്. ഈ സ്റ്റോർ ആവണ ഗ്യാസിനെയാണ് ഈ കൂളുണ്ടോ, ഇത് കൂളന്റിന്റെ ഒരു ലൈനായി കാണുന്നത്. ഈ കൂളന്റ് തണുപ്പിക്കുന്നത് ഇതിനകത്ത് കയറുന്ന എക്സോസ്റ്റ് ഗ്യാസിനെയാണ്. അപ്പൊ ഇതിനകത്തോട്ട് എക്സോസ്റ്റ് ഗ്യാസ് സ്വാഭാവികമായിട്ടും ഫുള്ള് കയറി ഇറങ്ങി പോകുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് ഫുള്ള് ബ്ലോക്കാണ്, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് ഫുൾ ഇറങ്ങി പോകുന്നുണ്ടോ. അപ്പൊ ഇതിന്റെ ഫിൻസിൽ കുറെ എണ്ണം ബ്ലോക്കാണ്. അപ്പൊ ആ ബ്ലോക്കൊക്കെ നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏറെക്കുറെ ബ്ലാക്ക് സ്മോക്ക് ഒക്കെ മാറും. ഇതിന്റെ അവസ്ഥ ഉണ്ടോ, ഈജറിന്റെ വാൽവ് ഒക്കെ പക്കയാട്ടോ. ഈജറിന്റെ വാൽവ് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഈജറിന്റെ വാൽവ്, സോളിഡ് സ്വിച്ച് ആണ് ഈ കാണുന്നത്. ഇത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ നമ്മുടെ ഇതിനകത്തെ പൈപ്പുകൾ കംപ്ലീറ്റ്, അതായത് എക്സോസ്റ്റ് ഗ്യാസ് സ്റ്റോർ ആവുന്ന ഏരിയ ഫുള്ള് ബ്ലോക്കാണ്. നമുക്കിതിന് ഫുള്ള് ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ഇന്റർകൂളറൊക്കെ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിക്ക് ഓയിലൊക്കെ അടിച്ചിട്ടുണ്ടോ. ഇനി ഇന്റർകൂളറൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ടർബോയുടെ കാറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. മിക്കവാറും നമുക്ക് ഇത് ക്ലീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ബ്ലാക്ക് സ്മോക്ക് മാറും. അപ്പൊ ഈ ജാർ ഞാൻ എപ്പോഴും പറയാനിടയ്ക്ക് ക്ലീൻ ചെയ്യണമെന്ന്. ഇത് നമ്മുടെ എൻ്റെ 1.2 ആണ്. ഇടയ്ക്ക് ഈ ജാർ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ മുട്ടൻ പണിയൊക്കെ കിട്ടൂടാ. അപ്പൊ ഈ ജാർ ക്ലീൻ കഴിഞ്ഞാൽ എന്തായാലും മൈലേജ് പെർഫോമൻസ് എല്ലാം വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം.